എറണാകുളം അങ്കമാലിയിൽ പണിമുടക്ക് അനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. പെരുമ്പാവൂരിൽ വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചയച്ചു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സംയുക്ത ട്രേഡ് യൂണിയൻ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ട് ജെട്ടി BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ആൻമരിയ, എങ്ങനെയാണ് ദേശീയ പണിമുടക്ക് കൊച്ചിയെ ബാധിച്ചിരിക്കുന്നത്? എവിടെയൊക്കെയാണ് സമരാനുകൂലികൾ പ്രതിഷേധമുയർത്തിയത്? KSRTC ബസ് തടയുന്ന ദൃശ്യങ്ങൾ കണ്ടത് എവിടെയാണ്? ജനജീവിതത്തെ സമരം എങ്ങനെ ബാധിച്ചു? സമരം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് എങ്കിൽ പൂർണ്ണമാണ്. രാവിലെ ഏകദേശം 6 മണി 7 മണി സമയത്തൊക്കെ ചെറിയ ചായക്കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 9 മണി സമയമായപ്പോഴേക്കും പൂർണ്ണമായിട്ടും കൊച്ചി ഈ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചിലയിടങ്ങളിലേക്കൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്. അത് അങ്കമാലി, പെരുമ്പാവൂർ മേഖലകളിലാണ് പ്രധാനമായിട്ടും സമരാനുകൂലികൾ ചില പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തേക്ക് എത്തിയത്. ഈ അങ്കമാലിയിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഈ പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുന്നതിനിടയിലാണ് ആളുകളുമായിട്ടൊരു KSRTC ബസ്, അത് KSRTC സ്റ്റാൻഡിന്റെ സമീപത്ത് വെച്ച് തന്നെയാണ് ഒരു KSRTC ബസ് ഇവരുടെ ഭാഗത്തേക്ക് വരുന്നത് ഇവർ കാണുന്നത്. പിന്നീട് അവർ തന്നെ തടയുകയും അതോടൊപ്പം തന്നെ KSRTC ബസ് തിരികെ സ്റ്റാൻഡിലേക്ക് അയക്കുകയും ചെയ്തു. അതോടൊപ്പം പെരുമ്പാവൂർ മേഖലയിലും പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മേഖലകളിലേക്കുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ, അത് കാറുകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ, സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിലൂടെ ഓടുന്നത് കൊച്ചി സംബന്ധിച്ച് നഗരപ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അത് പക്ഷേ ഈ സമരാനുകൂലികൾ തടയുന്നതായിട്ടുള്ളതൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബോട്ടിച്ചിന്റെ ഭാഗത്ത് ഈ ധർണ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലകളിൽ ഒരു ഭാഗത്തോടു കൂടി സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇവർ തന്നെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ പെരുമ്പാവൂർ മേഖലകളിലൊക്കെ സമരാനുകൂലികൾ പൂർണ്ണമായിട്ട് വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. പിന്നീട് പോലീസ് ഇടപെട്ടൊക്കെയാണ് ഈ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളും സമരാനുകൂലികൾ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ വാക്കുതർക്കത്തിലേക്കൊക്കെ ഈ ബാങ്കിലുണ്ടായിരുന്ന പ്രവർത്തകരും അതോടൊപ്പം തന്നെ സമരാനുകൂലികളും കടക്കുകയും പിന്നീട് പോലീസ് എത്തി അനുനയിപ്പിച്ച് ഇവരെ മാറ്റുകയും ബാങ്കുകൾ അടയ്ക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊച്ചി പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ മലയോര മേഖലകൾ പൂർണ്ണമായിട്ടും ഈ പണിമുടക്കിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ ഈ പണിമുടക്ക് ഇറങ്ങിയിട്ടാണെങ്കിലും ചില KSRTC ബസ്സുകളൊക്കെ ഓടുമെന്ന് കണ്ടുകൊണ്ട് മരുന്ന് മേടിക്കാനൊക്കെ ഈ നഗരത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കുന്നത്തുനാട് പ്രദേശങ്ങളിലൊക്കെ സമരം പൂർണ്ണമായിട്ടും വിജയകരമാണ് എന്ന രീതിയിലാണ് അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ. അവിടെ കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാറുകൾ, അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ, പല ആവശ്യങ്ങൾ, വിവാഹ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ എയർപോർട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ ഈ ബോർഡുകളൊക്കെ പുറത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും കൊച്ചി പണിമുടക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.